ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കണത്. പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. ഓരോരോ കാരണങ്ങളായിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ പെരുന്നാൾ കഴിഞ്ഞാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ഇപ്പം അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാകും. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകം. പെരിഞ്ചീരകം പൊടിച്ചത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് വറവിടാനായിട്ടാണ് ഞാൻ കുറച്ച് നാളികേര കൊത്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ ഉണ്ടായ കറിവേപ്പില എന്നിട്ടാണ്. പിന്നെ മസാലകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഞാനൊരു നല്ലോണം ഒരു 1.5 ടീസ്പൂണ് നല്ലോണം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടി ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളി ഞാനൊരു 200 എടുത്തിട്ടുണ്ട് കേട്ടോ. 200 ഗ്രാം. എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാലാണ് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്, അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണത്. ഇനി നമുക്കിത് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബീഫ് നമ്മൾ നന്നായി കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞില്ലേ, മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മതി. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ എന്നാണ്ട് കുഴച്ചു കൊടുക്കാം. കൈകൊണ്ട് തന്നെ കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ. അതിന്റെ ശേഷം നമുക്ക് ഇതൊരു 6 വിസിൽ അടുപ്പിക്കാം. ഒരു 5 വിസിൽ നല്ലോണം വന്നോട്ടെ. നല്ലോണം മൂത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 വിസിലൊക്കെ നമുക്ക് അടിക്കാം. ഇപ്പൊ ഞാനൊരു 5 വിസിൽ ഞാൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ അത് വറ്റത് കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. കണ്ടില്ലേ, ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇതും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ഒരു മണമാണ്. അതും കൂടി അതിലിട്ടതിന് ശേഷം നമുക്ക് വെള്ളം നമ്മൾ അല്ലാതെ ഒഴിക്കണം എന്നില്ല കേട്ടോ. ഒരു തരി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒഴിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ വേണ്ടു. ഇതിന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ. ഞാനിത് ഓരോ ബീഫിന് ഓരോരോ വേവല്ല, അത് കാരണം ഒരു കുറച്ച് ഒഴിച്ചത്. അതിൻ്റെ അല്ലാതെ ബീഫിൽ നിന്ന് തന്നെ അങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പൊ നമുക്ക് എന്നാലും ഇനി ഇത് വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഒരു 5 വിസിൽ നല്ലോണം അടുപ്പിക്കുന്നുണ്ട്. നല്ല മൂത്തതൊക്കെ വെച്ചാൽ നല്ലോണം 6, 7 ഒക്കെ നല്ലോണം അടിക്കണം. ഇത് ഞാനൊരു 5 വിസിൽ നന്നായി അടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം അവിടെ നല്ലോണം ഇരുന്നതിൻ്റെ ശേഷം നമ്മളിത് തുറന്നാൽ കൃത്യമായിട്ട് വേവ് പാകമായിട്ടിരിക്കും. നമ്മളുടെ കുക്കർ ഇവിടെ
5 വിസിൽ നല്ലോണം അടിച്ചിട്ടുണ്ട്. അതിന്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. കണ്ടു, വെള്ളമൊക്കെ കണ്ടില്ലേ, നല്ലോണം കിനിഞ്ഞ് വന്നിട്ട് കുറച്ച് വെള്ളം തന്നെ ഇതായിട്ടൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാം. ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ നാളികേരത്തിന്റെ കൊത്തുണ്ടല്ലോ, അതിങ്ങോട്ട് വറുത്തെടുക്കാം. നാളികേരത്തിന്റെ കൊത്തും അത് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയുക, മറ്റേതും കൂടി ഇങ്ങോട്ട് എടുക്കാം. നാളികേരത്തിന്റെ കൊത്ത് ഇങ്ങോട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഉണക്കമുളക് വെച്ചിട്ടുണ്ടല്ലോ, അതും കൊണ്ട് വറുത്തെടുക്കാം. അതേപോലെ കറിവേപ്പിൻ്റെ ഇല, അത് 3 കൊണ്ട് വറുത്തെടുക്കാം. ഇനി വേണമെങ്കിൽ എന്താ പറയാ, ഉള്ളി വഴറ്റിയിട്ട് വേണമെങ്കിൽ അതാക്കട്ടെ. ഞാനിവിടെ കൊട്ട തേങ്ങ ഇതുകൊണ്ട് ഞാൻ ആക്കണത്. കൊട്ടത്തേങ്ങ നാളികേരക്കൊത്ത് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി മുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വറുക്കാം. അതതിൻ്റെ മേലെ ഇടുമ്പോ നല്ലൊരു ഭംഗിയാണല്ലോ. നല്ല എന്താ പറയാ, അത് ആ ചട്ടുകത്തിന്റെ മേലെ ലേശം വെള്ളം ഉണ്ടായിരുന്നു, അതാണ്. ഇതേപോലെ അറിയാൻ മതിട്ട്. ആ പച്ച കളറും കൂടെ പോരും വേണം, നമുക്ക് ഇങ്ങനെ ആകും വേണം കേട്ടോ. അതേപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് ആ മുളകും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. മുളകും ഇട്ട് വറുത്തെടുക്കാം. മുളകും വറുത്തെടുക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഉള്ളി അത് ഇട്ട് കൊടുത്തു. ഉള്ളിയും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറുതാക്കിയിട്ട് ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഇഞ്ചിയും കൂടി അത് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഉള്ളി ഒന്നും ഇങ്ങോട്ട് വളഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു, ഒന്നുകൊണ്ട് വളഞ്ഞ് വരട്ടെ. അപ്പം ഉള്ളി നമ്മൾ അരിഞ്ഞതൊക്കെ പിന്നെ കുറച്ചായി കണ്ടില്ലേ, ഉള്ളി കുറച്ചുണ്ടെങ്കിലാണ് എനിക്കൊരു സ്വാദുള്ളത്, അതാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ട്, മുളകും പൊടി ഇനി വേണ്ട, അതിലുണ്ട് നല്ലോണം മുളക് പൊടി ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് കുരുമുളക് പൊടി കൂടി മരുന്നുണ്ടല്ലോ, അപ്പൊ അത് മതി. ഒരു ലേശം മതി. മീറ്റ് മസാല കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ, അത് മതി. പിന്നെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു. മുളക് പൊടി നമുക്ക് അത് മതി വെച്ചിട്ട്, എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ കുരുമുളക് പൊടി ഇടൂല, അപ്പൊ അത്രയും ഇടും. തീ ഒന്ന് സ്ലോവാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇട്ട പൊടികളൊക്കെ. പിന്നെ നമുക്ക് പെരുംജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ കുരുമുളകും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇപ്പൊ കുറച്ചിട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നാക്കിയിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട്
അതിന്റെ ശേഷം നമുക്ക് ഇതൊക്കെ മേലെ അങ്ങോട്ട് വിതറി കൊടുക്കാം. കണ്ടില്ലേ ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ നമുക്ക് കണ്ടില്ലേ ഈ നാളികേരക്കൊത്തും അതേപോലെ ഈ കറിവേപ്പില മുളകും ഒക്കെ നമ്മൾ ആക്കിയിട്ടില്ല. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.